പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശ്നവും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഓരോ പ്രഭാതങ്ങളിലും തൃപ്തി തരുന്ന ദൈവിക മന്നയെ ഭക്ഷിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യം വായിക്കുന്നു. യെശയ്യാവ് 64:8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. പ്രിയരെ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവിക വിടുതലുകൾ സ്വന്തമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യത്തിനകത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ആഴമാണ് പ്രവാചകൻ എടുത്തെഴുതിയിരിക്കുന്നത്. തിരുവചനം എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പദമാണ് ദൈവം മെനയുന്നവനാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ചില മെനയലുകൾ നടക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മെനയുക എന്ന് പറഞ്ഞാൽ രൂപം വരുത്തുക, യോഗ്യതയുള്ളതാക്കി തീർക്കുക, ഭംഗിയുള്ളതാക്കി മാറ്റുക. ആമേൻ. ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിച്ച് ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം എഴുതിയിരിക്കുന്നത്, പാഴും ശൂന്യവും ആഴത്തിന്റെ മീതെ ഇരുളുമുണ്ടായിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാനായി തുടങ്ങി. തിരുവചനം വായിച്ചാൽ അറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം വാസ്തവത്തിൽ ഭൂമിയെ മെനയുവാനായി തുടങ്ങി. ആമേൻ. ആർക്കാണ് ഒരു മെനയൽ ആവശ്യമായിരിക്കുന്നത്? എനിക്കറിയാം, എല്ലാവർക്കും ഒരു മെനയലിന്റെ ആവശ്യമില്ല. ആരാണോ തകർന്നിരിക്കുന്നത്, ആരാണോ ഉടഞ്ഞുപോയത്, ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ ആരാണോ ഉള്ളത്, അവരുടെ ജീവിതത്തിൽ ഒരു മെനയൽ ആവശ്യമാണ്. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് കുടുങ്ങി നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മെ മെനയുക തന്നെ ചെയ്യും. ആമേൻ. എത്ര കാലം ദൈവത്തിന് നമ്മെ മെനയുവാനായി കഴിയും? നാം തിരിച്ചറിയണം, കുശവനും കളിമണ്ണും തമ്മിലുള്ള ബന്ധത്തെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തോട് ചേർത്ത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം ഉടഞ്ഞുപോയാൽ ആ പാത്രത്തിൽ അഥവാ ആ മണ്ണിൽ നനവുള്ളിടത്തോളം കാലം കുശവന് തനിക്ക് ബോധിച്ചതുപോലെ ആ പാത്രത്തിന് രൂപമാറ്റം വരുത്തുവാനായി കഴിയും. എന്നാൽ ഉണങ്ങി വരണ്ട വെന്തുപോയ പാത്രങ്ങൾക്ക് പിന്നെയും രൂപമാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. അത് ഉടഞ്ഞ് ഓട്ടുകഷണങ്ങളായി മാറും. പ്രിയരെ, നമ്മിൽ അനുധാവനത്തിന്റെ കണ്ണുനീരുള്ളിടത്തോളം കാലം, ഒരു ഏറ്റുപറച്ചിലും ഏൽപ്പിക്കലും ഉള്ളിടത്തോളം കാലം സമം ഒരു നനവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടെങ്കിൽ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുള്ള അവസ്ഥ അതുപോലെ പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു അംഗീകാരം തരുന്ന, ഒരു പണി നടത്തുന്ന സർവശക്തനായൊരു ദൈവം നമുക്കുണ്ട്. ഈ വാക്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം നമ്മുടെ പിതാവ് എന്നാണ്. നമുക്കറിയാം, സുവിശേഷം വായിക്കുമ്പോൾ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി
ജീവിതത്തിലെല്ലാം നശിച്ചു പോയൊരു മകൻ. ധാരാളം സമയങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ അവന് സുബോധം വന്നിട്ട് തനിക്കൊരപ്പനുണ്ടെന്നും അപ്പന് വീടുണ്ടെന്നും ആ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന് ഇവൻ തിരിച്ചറിഞ്ഞു. അന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ ആളുവശം വെച്ച് എൻ്റെ അപ്പനോട് പറയുമെന്നല്ല, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് ചെന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും ഞാൻ ഏറ്റു പറയുമെന്ന് തീരുമാനമെടുത്തു. അവനായിരുന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുവാൻ തുടങ്ങി. പ്രിയരെ, ആ യാത്രയുടെ അവസാനം അവൻ അപ്പന്റെ അടുക്കലെത്തുകയും അപ്പൻ അവനെ മകൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ച് എന്തെല്ലാമാണോ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അതെല്ലാം മടക്കി കൊടുത്ത് അപ്പൻ അവനെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അറിയാതെ പോകരുത്, ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറായാൽ, കണ്ണുനീരൊഴിപ്പിക്കുവാൻ തയ്യാറായാൽ, ഒരു നനവ് നമ്മിൽ ശേഷിക്കുന്നിടത്തോളം കാലം എത്ര വലിയ പണി വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മുടെ മീതെ അധികാരമുള്ള നല്ലവനായ ഒരു കുശവൻ നമ്മുടെ പിതാവായിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഈ വാക്യത്തിനകത്ത് പറയുന്നത്, യഹോവേ നീ ഞങ്ങളുടെ പിതാവ്. അതെ, ദൈവം നമ്മുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണാണ്, നീ ഞങ്ങളെ മെനയുന്നവനുമാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്നിന്റെ പരാജയത്തിന് കാരണമായി, ഈ തകർച്ചകൾക്ക് കാരണമായി, ഇന്നനുഭവിക്കുന്ന വേദനകൾക്ക് കാരണമായി ഏതെങ്കിലും പാപമോ ശാപമോ നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച അനുതാപത്തോടെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാം. മടങ്ങി വന്നാൽ നമ്മളാകുന്ന മണ്ണിനെ തനിക്ക് ബോധിച്ചതുപോലെ ഉപയോഗമുള്ള മാന്യപാത്രമാക്കി തീർക്കുവാൻ അധികാരമുള്ളൊരപ്പനുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനസ്സ് മടുത്ത് സ്വയം ശപിക്കുന്നവരായി പിന്മാറിപ്പോകാതെ പ്രാർത്ഥനയോടെ, ഏറ്റുപറച്ചിലൂടെ, അനുതാപത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയാമോ? ഉറപ്പാണ്, നഷ്ടമായി പോയതിനെ മടക്കി തന്ന് അംഗീകാരത്തിലേക്ക് കൊണ്ടുവന്ന് അധികാരം നൽകി തരുന്ന ഒരപ്പനുണ്ട്. ഈ പ്രഭാതത്തിലും വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സകലരെയും സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ. ആരെങ്കിലും മനഃപൂർവമായ മാനസാന്തരത്തോടെ, അനുതാപത്തോടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി അവരുടെ എല്ലാം ജീവിതത്തിൽ വെളിപ്പെടണം. അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.